നമുക്ക് സമ്പാദ്യമൊന്നുമില്ല. സമ്പാദ്യം എന്ന് പറഞ്ഞ സാധനമൊന്നുമില്ല. പിന്നെ എന്താ, ഈ യൂട്യൂബിൽ നിന്ന് വരുന്ന പൈസയും പിന്നെ ഈ പറഞ്ഞ പോലെ ഫുഡാണ് മെയിനായിട്ട് പ്രധാനം. ഫുഡ് അടിക്കുക, ഈ ഡ്രസ്സുകൾ വാങ്ങുക, സ്വർണം വാങ്ങുക. പിന്നെ എന്താ, പൈസ ഇല്ലാണ്ടാകുമ്പോൾ സ്വർണം വിറ്റ് അത് ഇതാക്കുക. എന്നിട്ട് പണയം വെച്ചിട്ടുള്ളത് പൈസ കിട്ടുമ്പോൾ വീണ്ടും വാങ്ങുക. ഇതാ പരിപാടി. സലീം പൈസ കൊടുക്കലുണ്ടോ, തിരിച്ച് കൊടുക്കലുണ്ടോ എന്ന് അറിയില്ല. സലീം പൈസ കൊടുത്തെങ്കിൽ പൈസേൻ്റെ ബുദ്ധിമുട്ടില്ലല്ലോ. സലീം പൈസ ഒന്നും കൊടുക്കില്ലാന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ അരുണിന് പൈസ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. അരുണിന് പൈസ കൊടുക്കൂല. അരുണിന്റെ സ്വഭാവത്തിന് ആർക്കും പൈസ കൊടുക്കൂല. ഇനിയിപ്പോൾ ജസ്ന സലീം കൊടുക്കുന്ന പൈസ ഉണ്ടാവുള്ളൂ. എന്നോട് മിണ്ടാണ്ടൊന്നും നിൽക്കൂല. എന്നോട് പൈസ വെച്ച് ഞാൻ കൊടുത്തില്ലെങ്കിൽ മിണ്ടാണ്ടൊന്നും നിൽക്കൊന്നുമില്ല. പൈസ കൊടുക്കലില്ല. വളരെ പണ്ട് കാലത്ത് ജസ്ന സലീമിനെ പരിചയപ്പെടുന്ന കാലത്ത് ഞാൻ കൊടുത്ത പൈസയാണിത്. അതിന് ശേഷം തിരിച്ചു തന്നു. ഞാൻ പറഞ്ഞു, ജസ്ന സലീമിനോട് ചോദിച്ചിട്ട് ഞാൻ പൈസ എനിക്ക് താന്ന് പറഞ്ഞിട്ട് അവൻ തരുന്നില്ല. ഇത് തന്നെ സ്ഥിരം പരിപാടിയാണ്. പണ്ട് പെണ്ണുങ്ങൾ മുഴുവൻ പൈസ വാങ്ങാനുള്ള പണി. അത് അറിഞ്ഞതിന് ശേഷമാണ് ഞാൻ പിന്നെ പൈസ കൊടുക്കാത്തത്. ഇനി സഹായിക്കലുണ്ട് കേട്ടോ. ഞാൻ ചോദിച്ചാൽ എനിക്ക് പൈസ തരലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കൊടുത്തത്. അപ്പോൾ ഇപ്പൊ പിന്നെ എപ്പോഴും പൈസ ചോദിക്കുന്നതിനെ കൊണ്ട് ഞാൻ തിരികെ കൊടുക്കലില്ല.